ഇന്ത്യൻ റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇന്ന് റിസോർട്ടിലെല്ലാം പോയി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നൊന്നുമില്ല, എന്നാലും വെറുതെ ഒന്ന് പോവാന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ എത്താനായി, ഏകദേശം അടുത്തെത്താനായി അല്ലേ? ഇനി ഒരു മിനിറ്റും കൂടി, നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 1 hour 1 മണിക്കൂർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്ത് എത്താനായി. ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് വെൽക്കം ഡ്രിങ്ക് വെച്ചിരിക്കും. സോ ഇതാണ് നമ്മളെ റൂം. കയറുമ്പോൾ തന്നെ ഇവിടെ മറ്റേ ലോക്കർ, ഒരു ചെറിയ കബേർഡ് ഉണ്ട്, പിന്നെ മിറർ. ഇവിടെ ഫുൾ മിററിനെ കൊണ്ട് കളിയാണ്. ചപ്പൽ പിന്നെ വാഷ്റൂം. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്കെല്ലാം കാണാൻ പറ്റും. വീണ്ടും മിറർ. ആരും മൈൻഡ് ചെയ്യില്ല. ഇവിടെ പിന്നെ ഒരു മിറർ. ഈ മിറർ അടിപൊളിയല്ലേ? ഫുള്ള് ലൈറ്റ്. പിന്നെ അത് നല്ല രസമുണ്ട്. ബാക്കിൽ ബാൽക്കണി. ആ സൈഡായിരുന്നു കുറച്ചുകൂടെ നല്ല വ്യൂ. കുഴപ്പമില്ല. നമ്മളെ രണ്ടുപേരും ഇപ്പൊ ഒന്ന് ഹൈ ടീ കുടിച്ചിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഡിന്നറൊക്കെ കഴിക്കാനുണ്ട്. അപ്പം നമ്മൾ നിങ്ങൾക്ക് കുറച്ച് ഇവിടുത്തെ എന്താ ആക്ടിവിറ്റീസും അതൊക്കെ എന്താന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, വന്നിട്ട് പുറത്തിറങ്ങിയിട്ടില്ല, ഇറങ്ങി നോക്കട്ടെ. ഇതാണ് നമ്മളെ റൂം. 731. നമ്മുടെ ഇനി എങ്ങോട്ടാ പോകുന്നത്? ഇവിടെ എങ്ങോട്ട് നോക്കിയാലും മിററാണ്. ഇത് നൈസായിട്ടോ. ജപ്പാനീസില് ലോബി എന്ന് പറയും. ലോബി. ഇവിടെയും മിറർ. സൈക്കിൾ ആക്ടിവിറ്റീസ് നല്ല രസമുണ്ട്. നമുക്ക് നമുക്ക് സൈക്കിൾ എടുക്കാൻ പറ്റുമോ? എന്താ വാലന്റൈൻസ് ഡേ കഴിഞ്ഞു. അവിടെ എന്തോ പരിപാടി സെറ്റ് ചെയ്തു. നല്ല ബർത്ത്ഡേ ഞാനായിരിക്കും.
ഇത് ഒരു എന്താ ഈജിപ്ഷ്യൻ നല്ല വെയിലാട്ടോ. അതെ, കുട്ടികൾക്ക് കളിക്കാൻ പോയി കളിച്ചു. ആക്ടിവിറ്റീസ് ഏരിയ. ഇവിടെ ഇരിക്കാൻ സ്ഥലമുണ്ട്. നല്ല ഒരു ഇതെല്ലാം പിള്ളേരെ ആക്ടിവിറ്റീസ് ഏരിയ. ഇതെല്ലാം ഫ്രീ ആന്ന് പറഞ്ഞേ. പൂള് 8 മണി. വേറെ ഉള്ള കുറെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഗെയിംസ് എല്ലാം ഇല്ലേ, ബാഡ്മിന്റൺ, ഈജിപ്ഷ്യൻ ഈജിപ്ഷ്യൻ സ്റ്റൈലാണ്. നോക്കാം അതിൻ്റെ ഉള്ളിലും കയറി നോക്കാം. എല്ലായിടത്തും എക്സ്പ്ലോർ ചെയ്യാം. ഇതെല്ലാം അതേ സ്റ്റൈലാണ്. ഇവിടെ എന്താ ഇവിടെ താഴോട്ട് എനിക്ക് തോന്നുന്നു അവിടെയാണോ ടീ മുകളിലെല്ലാം ഫ്ലവേഴ്സ് ഒക്കെ വയലറ്റ് ആരെല്ലോ വരുന്നുണ്ട്. ഇതെന്താണെന്നും അറിയില്ല. എന്തെല്ലോ ഇവിടെ വേറെ റൂമാണോന്നും അറിയില്ല. ഇപ്പം നമ്മൾ ആ ഏരിയ കഴിഞ്ഞ് വേറൊരു ഏരിയയിലെത്തി. ഇപ്പോൾ ഇവിടെ ഇതും ഭയങ്കര അടിപൊളിയാണ് കാണാൻ. രസമുണ്ടല്ലേ കാണാൻ. അത് പറഞ്ഞാൽ നല്ല ഇവിടെ നിൽക്കാം. ഓ, ഇവിടെ എന്തെങ്കിലും മറ്റേ പ്രോഗ്രാംസിനുള്ള ഏരിയ തോന്നുന്നു. ഏത് എല്ലാ സ്ഥലത്തും മിററാണ്. നമുക്ക് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം. എന്ത് കണ്ട് നല്ല രസമുണ്ട്. ആക്ച്വലി ഇവിടെ നിന്നിട്ട് നല്ല വ്യൂ അല്ലേ. നല്ല വൃത്തിയില്ല. ഒരു ചെടികളൊക്കെ ഇങ്ങനെ നല്ല ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഫുള്ള് സ്വിമ്മിങ് പൂൾ. താഴെ കുറെ ക്രിക്കറ്റ് കളിയും, താഴെ ഒരു ഫാമിലി ക്രിക്കറ്റ് കളി. നമുക്കെന്നാ ചായ പിടിക്കാൻ പോയാലേ? വാ. എപ്പോഴും വിശപ്പ്. ആക്ച്വലി നല്ല ഗ്ലെയറാ. അതിലെ പോയി നോക്കാം. കണ്ടോ, ഇതൊക്കെ ഈജിപ്ഷ്യൻ ഡിസൈൻ അല്ലേ. ഫുള്ള് നല്ല ഡിസൈനെല്ലാം നൈസാണ്. നല്ല വൈബ് സ്ഥലം. ഇത് മൊത്തം ഈജിപ്ഷ്യൻ ഡിസൈൻ. ഇതാണ് അടുക്ക്.
സ്പിങ്സ് എന്തായാലും പറയാം, എന്തോ ഒരു സംഭവം ഉണ്ട്. നൈസ്. നീ സെയിം അതെന്നെ അടുത്ത്. ആരോ ബർത്ത്ഡേ ഉണ്ട്. അതിൻ്റെ ഫുള്ള് ഡെക്കറേഷനും എല്ലാം സെറ്റാക്കി എനിക്ക് അതിൽ എക്സ്ട്രാ ചാർജ് ഉണ്ടോ? അതുണ്ടോ? ഏത്? അവിടെ നിൽക്കണം പുഞ്ചാബി അല്ല, ആ ബാഗ് എടുത്തുകൊണ്ടേ ആണില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല രസമാണ് അല്ലേ? ഇവിടെ ഓരോ റൂംസ് ഉണ്ട്, എല്ലാം ഓരോ റൂംസ്, ഓരോ ബിൽഡിങ്. നമ്മൾ താഴെ. ശരിക്കും എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടേണ്ട റൂം ഏതായിരുന്നു? അങ്ങനെയൊന്നുമില്ല. അല്ല, നോർമൽ റൂമല്ലേ ആദ്യം ഉണ്ടായത്? അതെനിക്ക് അറിയില്ല എവിടെയാണ്. ഇതിന് നമ്മളിപ്പോൾ ക്ലാസിക്കിലൊക്കെ അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഉണ്ട്. ആ താഴെ കാണുന്നത് അത് വലിയ ബിൽഡിംഗ് കണ്ടോ? 3 ഫ്ലോർ. ഇവിടെ ഉള്ളത് ബാക്കിയുള്ള 2 ഫ്ലോർ. ഇതാണ് നമ്മളെ റൂം. അവിടെയാണ്. നമുക്ക് ചെസ്സിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. വാ. എവിടെ? ഇതാണ് എൻട്രൻസ്. പെട്ടെന്ന് കളറ് കണ്ടപ്പോൾ വിചാരിച്ചു അതങ്ങോട്ട് കൊണ്ടുപോയി. നമ്മളിനി അങ്ങോട്ട് നമ്മൾ കയറി വരുമ്പോൾ എൻട്രൻസിലുള്ള കുറച്ച് ഓടുന്ന കുതിരകളെ കാണിച്ചു. ശരിക്കും ഓടി വരുന്ന പോലെയുണ്ട്. ഇതല്ലേ ഉള്ളൂ. ഇനി അവിടെ ഇങ്ങനെ ഒരാളുണ്ടാ. മൊത്തത്തില് നല്ല രസമുണ്ട്. ഇനി ഇങ്ങനെ ആൾക്കാരെ ഗസ്റ്റുകളെ കൊണ്ടുപോകാൻ ഇങ്ങനത്തെ ഇലക്ട്രിക് വണ്ടികളുണ്ട്. നമ്മുടെ റൂം ഇവിടെ തന്നെ തൊട്ട്, ആക്ച്വലി ലോബീൻ്റെ ഇവിടെ തന്നെ തൊട്ട് സൈഡിൽ തന്നെ ആയതുകൊണ്ട് നടന്നിട്ട്. പക്ഷെ അങ്ങ് ദൂരെയുള്ളവർക്കല്ലേ ഇതവരെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ചോദിച്ചാണെങ്കിൽ അവർ ടൂറ് പോലെ കൊണ്ടുപോകട്ടോ. പക്ഷെ എവിടെ കൊണ്ടുപോകാനുള്ള? ഈ ഒരു റൗണ്ട് അല്ലേ ഉള്ളൂ, നമ്മൾ നടന്നില്ലേ സ്ഥലങ്ങൾ തന്നെ. ഇവിടെയാണ് നമ്മളെ റൂം, ഫസ്റ്റ് ഫ്ലോർ. ഇരിക്കാൻ പോയിട്ട് ഇടയിലിടയിൽ കുറേ സ്ഥലങ്ങളുണ്ട്. രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. പിന്നെ അവിടെ കുറേ സൈക്കിൾസ് ഉണ്ടല്ലോ, അതിനകത്ത് കാണിച്ചല്ലേ. ഇവിടെ ഇങ്ങനെ ഒരു ചെസ്സിൻ്റെ, നമുക്ക് സൈക്കിൾ വേണമെങ്കിൽ സൈക്കിൾ എടുക്കാം. ചെസ്സിൻ്റെ എല്ലാം ഒന്നും ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ട് തോന്നുന്നു. പൊക്കി കളിക്കാനൊന്നും പറ്റൂല, വെറുതെ വെച്ചതല്ലേ. ഇവിടെ ചെസ് ബോർഡൊക്കെ ഉണ്ട്. ക്വീൻ മിസ്സിങ് ആണെന്ന് തോന്നുന്നു. അത് എടുക്കാൻ നിൽക്കണ്ട, പൊട്ടിച്ചിട്ട്. കൊള്ളാം. ഇനി വെയിറ്റ് വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഇനി ഒരു വെയിറ്റും ഇല്ല, ഹോളാണിതെല്ലാം. ഓക്കെ ആവട്ടെ. ഇതാണ് രാത്രിയത്തെ വ്യൂ.
നല്ല കുറേ ലൈറ്റ്സ് എല്ലാം ഇട്ടിട്ട് ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോൾ പുറത്തു പോയി ഫുഡെല്ലാം കഴിച്ചു. ഇനി നമ്മൾ കുറച്ചൊന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ടൊന്ന് നടക്കാൻ പറഞ്ഞു. ഇവിടെ മൊത്തം കറങ്ങി കാണും. രാത്രി നല്ല രസമുണ്ട്. എന്താ തുറന്നിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ സ്വിമ്മിങ്ങിന് ആരുമില്ല. 8 മണിക്ക് ക്ലോസ് ചെയ്യില്ലേ? ഇത് ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയ. ഇതിൻ്റെ ടൈം ഇപ്പോൾ കഴിഞ്ഞു തോന്നുന്നു. അപ്പോൾ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് ഇത് സ്നേക്ക് ആൻഡ് ലാഡറെല്ലാം ഉണ്ടല്ലോ, ലൂഡോ എല്ലാം ഉണ്ട്. എവിടെ? ക്രിക്കറ്റിന്റെ ഏരിയ, ഫുട്ബോളിന്റെ ഏരിയ എല്ലാം അടച്ചു. ലൈറ്റായി 9 മണിയായില്ലേ? പക്ഷെ നൈസാ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. ഒച്ചപ്പാടും ഇല്ല, ഒന്നുമില്ല. ഇപ്പൊ എവിടെ എത്തുക? ഇതിലൂടെ പോയാലും ഇതിലേ പോവാൻ നോക്ക്, എവിടെങ്കിലൊക്കെ എത്തും. ആ സെക്യൂരിറ്റി ഗേറ്റിന്റെ എല്ലാം അടുത്തെത്തും തോന്നുന്നു. ഫുള്ള് അത് തന്നെ ഉള്ളു ഇവിടെ, എല്ലാ സ്ഥലത്തും. കളറേ അങ്ങനെ തന്നെ. അല്ലേ? ശരിയാ, ഈജിപ്ഷ്യൻ ബിൽഡിങ്സ് പോലെ തന്നെ. ഇനി നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈമിൽ കാണാം. ഇനി പോയോ ഉറങ്ങാം. ഗുഡ് നൈറ്റ്. ഈ ഏരിയ ഫുൾ അതിൻ്റെ. കഴിഞ്ഞ് ഇനിയിപ്പോൾ ആരും വിളിച്ചിട്ടുണ്ട്, അവർ വണ്ടി അയക്കും, പെട്ടിയിലെടുത്ത് പാർക്കിങ്ങിന് അവിടെ എത്തിക്കും. നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക്. അതെ, അടിപൊളിയായിരുന്നു അല്ലേ?
നല്ല പീസ്ഫുൾ. ഫുഡ് വലിയ ഫുഡ് അത്ര വലിയൊരു ഇതായിട്ടും തോന്നിയിട്ടില്ല. ഒരു തനി പൂനെ സ്റ്റൈല് ഫുഡ് നമുക്ക് അത്ര വലിയ ഇഷ്ടപ്പെടാൻ സാധ്യല്ല എല്ലാവർക്കും. പക്ഷെ ബാക്കിയെല്ലാം നല്ല. അപ്പൊ ശരി, ഇനി നെക്സ്റ്റ് വീഡിയോയില് तीसरा वेट है.